ഏത് മതമായാലും ഏത് വർഗമായാലും ഏത് സംസ്കാരമായാലും എല്ലായിടത്തും ദൈവത്തെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ മോക്ഷം കിട്ടാനൊന്നുമല്ല. പലരും ജീവിത പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യപ്പെടാനും അതുപോലെ ജീവിതത്തിൽ വിജയം, സമ്പാദ്യം ഇതൊക്കെ നേടാൻ തന്നെയാണ്. പക്ഷേ ദൈവത്തെ എത്ര നല്ല രീതിയിൽ ആരാധിച്ചിട്ടും ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അത് ഏത് മതവുമായിക്കൊള്ളട്ടെ, ഏത് വിഭാഗവുമായിക്കൊള്ളട്ടെ, ദൈവത്തെ ആരാധിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ നടന്നോ? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൃഷ്ണനെ മനസ്സിലാക്കണം, ഭഗവത്ഗീത മനസ്സിലാക്കണം. ആദ്യം തന്നെ പാർത്ഥൻ എന്താണ് പറയുന്നത്? എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഗാണ്ഡീവം എന്ന വില്ലുപേക്ഷിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണ ഭഗവാൻ എന്താണ് പറഞ്ഞത്? നീ യുദ്ധം ചെയ്യണ്ട, ഞാൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ആ വിരാട്ട രൂപം കാണിച്ചു കൊടുത്ത് ഞാൻ പോയി യുദ്ധം ചെയ്യാം എന്ന് ഭഗവാൻ പറഞ്ഞോ? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവാണ് എല്ലാവരുടെയും, എല്ലാ ദേഹികളുടെയും എല്ലാ ആത്മാക്കളുടെയും സൃഷ്ടാവ് എന്ന് പറയുന്നത് ആ ശക്തനാണ് ഭഗവാൻ. ആ ശക്തനായിട്ട് കൂടിയും, ഈ ശക്തിയെ നിയന്ത്രിക്കുന്ന ശക്തനായിട്ട് കൂടിയും, മായയെ നിയന്ത്രിക്കുന്ന ബ്രഹ്മമായിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഭഗവാൻ പറയാഞ്ഞത്? എന്നാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തെ എനിക്ക് ഒരു നിമിഷം കൊണ്ട് ഈ യുദ്ധമെല്ലാം അവസാനിപ്പിച്ചു തരാം, ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാമെന്നും ഭഗവാൻ എന്തുകൊണ്ടാണ് പറയാത്തത്? ഭഗവാൻ അതിന് പകരം യഥാർത്ഥമായ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് കർമ്മം എന്താണ്, ധർമ്മം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ അർജുനനെ ഒരു ഉത്തമനായ യോദ്ധാവാക്കി മാറ്റി കർമ്മത്തിന് ഉത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കർമ്മം ചെയ്യൂ എന്നുള്ള ഉത്സാഹമാണ് ഭഗവാൻ അവിടെ കൊടുത്തത്. നീ കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നിനക്കവിടെ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മഹാഭാരത യുദ്ധത്തിൽ എല്ലാവരും കർമ്മം ചെയ്തു. പക്ഷെ അർജുനൻ്റെ കൂടെ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് വിജയിച്ചതും. അതാണ് വേറൊരു കാര്യം. ദൈവമുള്ളത് കൊണ്ടാണ്, ഭഗവാൻ തൻ്റെ പക്ഷമുള്ളത് കൊണ്ടാണ് അർജുനൻ വിജയിച്ചത്. എങ്കിൽ പ്രവർത്തിക്കാതിരുന്നാലും വിജയിക്കില്ല. അതായത് നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന കാര്യം, നമ്മളുടെ മുത്തശ്ശിമാരും നമ്മളുടെ പൂർവികരും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, താൻ പാതി ദൈവം പാതി. അതാണ് അർജുനൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ജീവിതത്തിൽ വിജയിച്ച ഏതൊരു വ്യക്തിയെയും എടുത്തു നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ പറയും മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹം കമ്പ്യൂട്ടറുള്ളൊരു സ്കൂളിൽ പഠിക്കാൻ പോയത് കൊണ്ടാണ് ഈ ടെക്നോളജിയെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടായതും ടെക്നോളജി സംബന്ധമായിട്ടുള്ളൊരു ഫീൽഡിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിച്ചതും ലോകത്തിലെ തന്നെ $1 ട്രില്യൺ മുകളിൽ നെറ്റ്വർത്തുള്ള ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തതും അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന് ഒരു ലെക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആർക്കും കമ്പ്യൂട്ടർ സൗകര്യം ഇല്ലായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ സൗകര്യമുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ആ ലെക്കിൻ്റെ പേരാണ് ദൈവം. അതായത് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ തന്നെ എത്രയോ അധികം ആളുകൾ, എത്രയോ വലിയ യോദ്ധാക്കന്മാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അർജുന പക്ഷത്തിന് വിജയം കണ്ടെത്താൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഭാഗ്യമെന്ന ഭഗവാൻ, അതായത് കൃഷ്ണൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിനു തുണയായി ഉണ്ടായിരുന്നു. എങ്കിൽ ആ വിശ്വരൂപ ദർശനമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ സാക്ഷാൽ ഭഗവാൻ ആണുള്ളത് എന്നുള്ള അഹങ്കാരം കൊണ്ട് പ്രവർത്തിക്കാതിരുന്നിരുന്നെങ്കിൽ ഉറപ്പായും കൃഷ്ണ ഭഗവാൻ തുണയ്ക്കില്ല. പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. അതായത് നമ്മൾ പറയും സഞ്ചിത കർമ്മം, അതിൽ നിന്ന് പ്രാരാബ്ധ കർമ്മം എടുത്താണ് ഓരോ ജന്മവും നമ്മൾ എടുക്കുന്നത്. അതിൽ തന്നെ കർമ്മമുണ്ട്, വികർമ്മമുണ്ട്, അകർമ്മമുണ്ട്. കർമ്മം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച നിയമമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നല്ല കർമ്മം ചെയ്താൽ നല്ലത് നമ്മളിലേക്ക് വന്നു ചേരും. അത് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. ഒരു തരത്തിലുള്ള പ്രവൃത്തിയിലേക്കും ഇറങ്ങാതെ, ഒരു തരത്തിലുള്ള പ്രവൃത്തിയിലും ഒരു തരത്തിലുള്ള കർമ്മവും ചെയ്യാതെ നമ്മൾ എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും നമ്മൾ ഈ മായയിൽ നിന്നും വിട്ടകന്ന് ഈ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല. മഹാമുനിമാരൊക്കെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മായാസംബന്ധിയായ ഒന്നും അവർക്ക് വേണ്ട. പണം വേണ്ട, ഐശ്വര്യം വേണ്ട, സമ്പാദ്യം വേണ്ട, കുടുംബം വേണ്ട, കുട്ടി വേണ്ട. അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്യാസിമാർ ഭിക്ഷാടനം നടത്തി പോലും ജീവിക്കുന്നത്. അവർക്ക് നല്ല വസ്ത്രം ധരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ താടി അല്ലെങ്കിൽ മുടി, അവരുടെ ജടയായിക്കൊള്ളട്ടെ, അവരുടെ ദീക്ഷ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ കൃത്യമായി സൂക്ഷിക്കണം, എനിക്ക് നല്ല രീതിയിൽ നടക്കണമെന്നുള്ള മായാസംബന്ധിയായിട്ടുള്ള ഒരു കാര്യവുമില്ല. അവർക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ആത്മീയ തേജസ്സിനെ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ ആത്മീയതയുടെ പൂർണ്ണതയിൽ എത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ ഭക്തനാണെങ്കിൽ സായുജ്യം നേടുക, ഇപ്പോൾ മോക്ഷം നേടുക, അതൊക്കെയാണ് ആ പരമമായ ലക്ഷ്യത്തിലേക്ക് തൻ്റെ മനസ്സിനെ, തൻ്റെ ആത്മാവിനെ എത്തിക്കുക. അടുത്തൊരു ജന്മത്തിന് മുൻപ് തന്നെ ആ ബ്രഹ്മമാകുന്ന ആഴക്കടലിലേക്ക് താനാകുന്ന ജലകണികയെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
അതുപോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ലക്ഷ്യം. ധർമ്മ അർത്ഥ കാമ മോക്ഷം ലഭിക്കണം, അതിനു മുൻപ് ഇതെല്ലാം അനുഭവിക്കണം. ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ, ഈ സമ്പാദ്യമെല്ലാം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഈ സന്യാസിമാരായിക്കൊള്ളട്ടെ, അവരും അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. ആത്മീയ മോക്ഷത്തിനായിട്ട് അവർ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, പലതരത്തിലുള്ള ജപങ്ങൾ ചെയ്യുന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അകർമ്മം സംഭവിക്കുക, കർമ്മമല്ലാത്തൊരവസ്ഥ സംഭവിക്കുക. നമ്മളെപ്പോലെ കർമ്മമോ വികർമ്മമോ പാപമോ പുണ്യമോ അല്ല അവർ ചെയ്യുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് വേറെ, പുണ്യം ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് വേറെ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ജന്മങ്ങളും ഈ സ്വർഗം നരകം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനപ്പുറമുള്ള മറുജന്മമായിക്കൊള്ളട്ടെ, ഇതിനപ്പുറമുള്ള മോക്ഷമായിക്കൊള്ളട്ടെ, ഇതൊക്കെ ലഭിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ വികർമ്മത്തിലേക്കാണ്. ആ വികർമ്മത്തിലേക്കാകാനുള്ള കർമ്മമാണ് ശരിക്കും സന്യാസിമാർ ചെയ്യുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള സമ്പാദ്യങ്ങൾ വരികയും ചെയ്യണം, അതിനോടൊപ്പം നമുക്ക് മോക്ഷവും ലഭിക്കണം. അതായത് ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ഓരോന്നോരോന്നായി പൂവണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പലതരത്തിലുള്ള ആത്മീയ കർമ്മങ്ങളിലൂടെ മോക്ഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനു മുൻപ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വെറുതെ ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും ആത്മീയ ഉന്നതി സംഭവിക്കും. പക്ഷേ നമ്മൾ സാമൂഹിക ജീവിയാണ്. നമ്മൾ ഒരിക്കലും ഒരു സന്യാസിയല്ല. നമ്മൾ ആരാണ്? നമ്മൾ ശരിക്കും ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യണം, നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരേ സമയം ഭഗവാനെ കൂടെ നിർത്തുകയും വേണം, അതേസമയം നല്ല രീതിയിൽ കർമ്മം ചെയ്യുകയും വേണം. ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അർജുനൻ്റെ ഉദാഹരണം തന്നെ പറയുന്നു. അർജുനൻ അദ്ദേഹത്തിനൊപ്പം ഭഗവാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിൽ വിജയിച്ചത്. അദ്ദേഹത്തെക്കാൾ ഗംഭീരന്മാരായിരുന്ന ഒരുപാട് യോദ്ധാക്കന്മാർ മറുപക്ഷത്തുണ്ടായിട്ടും ഭഗവാനാണ് തേര് തളിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലും അല്ലെങ്കിൽ ആ യുദ്ധത്തിലുമൊക്കെ വലിയ വിജയമായി അറിയപ്പെടുന്നത്. അതായത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു കർമ്മം ചെയ്താലും അത് വിജയത്തിലേക്ക് തന്നെ എത്തും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതായത് ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട്, വലിയ കഠിനതയാർന്ന കർമ്മങ്ങൾ പോലും ചെയ്യുന്നു, കഷ്ടപ്പെടുന്നവരുണ്ട്. എന്നിട്ടും അവരർഹിക്കുന്ന ജീവിത വിജയം എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് അവരുടെ കൂടെ ആ ഭാഗ്യം, ദൈവം ഇല്ല എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിജയത്തിലേക്കുള്ളതാകണം. അതായത് ജലം തേടി 2 പേർ കുഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരാൾ എത്ര കുഴിച്ചാലും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് ജലം ലഭിക്കുന്നില്ല. മറ്റേയാൾ അദ്ദേഹം കുഴിക്കുന്നതിൻ്റെ പകുതി കുഴിച്ചതേ ഉള്ളൂ, അദ്ദേഹത്തിന് ജലം ലഭിച്ചു. ഇവർ 2 പേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഭാഗ്യത്തിൻ്റെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത്. 2 പേരും കഷ്ടപ്പെട്ടു, ഒരു പക്ഷേ മറ്റേയാൾ ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടു. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ആ ഭാഗ്യത്തിന് പേരാണ് ദൈവം. അതായത് നമ്മൾ എവിടെ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിച്ചാൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ഒരു ബുദ്ധി നമുക്ക് ദൈവം നൽകും. അത് ദൈവത്തെ നന്നായി ആരാധിക്കുകയും അതിനോടൊപ്പം നന്നായി പ്രവർത്തിക്കുകയും സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നല്ല രീതിയിൽ ആരാധന ചെയ്യുന്ന ആളാണ്, അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് പറ്റിയ സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഉറപ്പായും വിജയത്തിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ പ്രവർത്തിച്ചിട്ടാണ് അത് വിജയത്തിലെത്തുന്നത്. അതായത് ഭഗവാനെ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വിജയം കണ്ടെത്താറുണ്ട്, വിഫലമായി പോകാറില്ല. അതായത് ഭഗവത്ഗീതയിലെ അധ്യായം 2:47 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന കാര്യമുണ്ട്. കർമ്മം ചെയ്യുന്നതിലാണ് നമ്മളുടെ അധികാരം, ഫലത്തെ കാക്ഷിക്കരുത്. നമ്മൾ കർമ്മം ചെയ്യൂ, അതിനനുസരിച്ചുള്ള ഫലം ഭഗവാൻ തരും. ഭഗവാനിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ചെയ്ത ഏതൊരു കർമ്മത്തിനും ഫലം തീർച്ചയായും ഉണ്ടാകും. നമ്മൾ അർഹിക്കുന്ന ഫലം ലഭിച്ചിരിക്കും. അതാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത്. ഭഗവാൻ പറയുന്ന ആ കാര്യത്തിൽ തന്നെ ഊന്നൽ കൊടുത്ത് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പലരും ഫലത്തെ കാക്ഷിക്കുന്നു, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഭഗവാൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മളെപ്പോഴും ഫലത്തെക്കുറിച്ച് കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഡോപ്പോമിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേറൊരു പേര് പറയും, മെൻ്റൽ ഒരു കാര്യം പറയും. അത് ഞാൻ പറയുന്നില്ല. ഭഗവാൻ മാത്രമല്ല, ചാണക്യനും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഫലത്തെക്കുറിച്ച് ഇച്ഛിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്കത് ചെയ്യാൻ തോന്നില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യം നേടി എന്ന് സ്വപ്നം കാണില്ലേ പലരും, മാനിഫെസ്റ്റേഷൻ ചെയ്യില്ലേ? അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കിട്ടിയ പോലത്തെ സുഖം ഓൾറെഡി മനസ്സിനുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഇച്ഛ പോകുകയും പിന്നെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിച്ചവർ പറയുന്ന മാനിഫെസ്റ്റേഷനാണ്. അവർ പറയുന്നത് എന്താണ്? ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യും അത് എത്ര ബെറ്ററായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അതിൻ്റെ ഫലത്തെക്കുറിച്ചല്ല അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഡോപ്പോമിൻ റിലീസ് ആക്കിയിട്ട് നമ്മളൊരു കാര്യം നേടുന്നതിന് മുൻപ്
കുറച്ച് സുഖം കിട്ടിയിട്ട് കാര്യമില്ല. അത് ലഭിക്കുമ്പോഴേ, അതാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇന്ന് പല സെൽഫ് ഹെൽപ്പ് ഗുരൂസും പറയുന്നത്. പ്രത്യേകിച്ച് ഈഗോ ഈസ് മൈ എനിമി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പുസ്തകമാണ്. അതിലൊക്കെ നന്നായി പറയുന്നുണ്ട്, നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാനുള്ള തുര അല്ലെങ്കിൽ ആഗ്രഹമല്ല വേണ്ടത്, ലക്ഷ്യമാണ് വേണ്ടത്. അർജുനന് ലക്ഷ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലക്ഷ്യം മാത്രം കണ്ടത്. അത് ആ പക്ഷിയുടെ കണ്ണ് ശ്രദ്ധിക്കുന്നതാണെങ്കിലും എല്ലാം എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. അദ്ദേഹം പണ്ട് മുതലേ ലക്ഷ്യമുള്ള ആളായിരുന്നു, ആഗ്രഹമുള്ള ആളല്ല. ആഗ്രഹിക്കുന്നവർ ആഗ്രഹിച്ച് തന്നെ ഇരിക്കും, ലക്ഷ്യമുള്ളവർ അത് നേടും കർമ്മത്തിലൂടെ. അങ്ങനെയാകണം നമ്മൾ കർമ്മം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിൻ്റേതായ ഫലമുണ്ട്. ഭഗവാനിൽ വിശ്വസിക്കുക, കർമ്മത്തിൽ വിശ്വസിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. ഇപ്പോൾ റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ വരുന്നത്. ഇപ്പോഴാണ് അവർ കണ്ടുപിടിക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഇതിനെ ചൊല്ലി മാനിഫെസ്റ്റേഷൻ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇപ്പോൾ പണ്ട് ദൈവമാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഫലത്തെ കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എങ്കിൽ കർമ്മം ചെയ്യുന്നില്ല. കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. കർമ്മവും ഭഗവാന്റെ ആ ഭാഗ്യം, അല്ലെങ്കിൽ ഭഗവാൻ തരുന്നൊരു ഭാഗ്യം. ലോകത്തിലെ തന്നെ ആദ്യത്തെ കോടീശ്വരനായിരുന്നു ജോൺ ഡേ റോക്കഫെല്ലർ. അദ്ദേഹം പോലും വളരെ വലിയ ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ട്രെയിൻ മിസ്സായി. ആ ട്രെയിൻ കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഡീൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ദൈവത്തെ കുറേ പഴിച്ചു, ഞാൻ ഇത്രയും ദൈവത്തെ വിശ്വസിച്ചിട്ടും എനിക്ക് ആ ട്രെയിൻ മിസ്സായല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഒരു ന്യൂസ് വരുന്നു, ആ ട്രെയിൻ മറിഞ്ഞു, പാളം തെറ്റി മറിഞ്ഞു, ഒരുപാട് പേർക്ക് അപകടം പറ്റി. അപ്പോഴാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ആ ദൈവം എന്ന ഭാഗ്യം എൻ്റെ കൂടെ തുണച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അതാണ് ദൈവം, അതാണ് ഭാഗ്യം. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ വീട്ടിലിരുന്നു കൊണ്ട് എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നട്ടോ, സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നട്ടോ, അല്ലെങ്കിൽ സദാസമയം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നിട്ടോ കാര്യമില്ല. പ്രവർത്തിക്കണം, മാനിഫെസ്റ്റ് ചെയ്യുക, ലക്ഷ്യം വേണം. നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെ നന്നായി പ്രവർത്തിക്കാമെന്നുള്ളത്. ഭഗവാനെ നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ കർമ്മം ചെയ്ത് ഭഗവാനിൽ ആരാധിക്കുമ്പോൾ ഏത് കർമ്മം ചെയ്താൽ നമ്മൾക്ക് ഫലം ലഭിക്കുമോ ആ കർമ്മത്തിലേക്ക് ഭഗവാൻ നമ്മളുടെ ബുദ്ധിയെ കേന്ദ്രീകരിപ്പിക്കും, അല്ലെങ്കിൽ ആ വഴി നമ്മളെ തിരിച്ചുവിടും. അതാണ് ഭാഗ്യം. പണ്ട് മുതലേ ഉപാസന ചെയ്യുന്നവരുണ്ട്, സാധന ചെയ്യുന്നവരുണ്ട്, ഭക്തി മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്തുകൊണ്ട് ഭാഗ്യം ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവർ ആരാധിക്കുകയും അതിനോടൊപ്പം തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. യുദ്ധത്തിന് പോകാതെ ഒരു രാജാവ് വീട്ടിലിരുന്നുകൊണ്ട്, ഞാൻ വിളിക്കുന്നത് ഏറ്റവും വലിയ ദേവിയായിട്ടുള്ള പ്രത്യങ്കരാ ദേവി അല്ല വരാഹി ദേവീനെയാണ്, കാളി ദേവീനെയാണ്, ഏറ്റവും ഉഗ്രപ്രതാപിയായിട്ടുള്ള ദേവിയാണ്. ആ ദേവി വിചാരിച്ചാൽ എനിക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് സേനയും കൂട്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? യുദ്ധത്തിന് പോകണം. അതാണ് നമ്മൾ പുരാണ കാലം മുതലേ കണ്ടുവരുന്നത്. മേഘനാഥൻ ആദ്യം നികുംബല ദേവിക്ക് വേണ്ട രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ നടത്തിയതിനു ശേഷം യുദ്ധത്തിന് പോയാൽ ഇന്ദ്രനെ പോലും ജയിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കൃത്യമായ ആരാധനയും കൃത്യമായ കർമ്മവും ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ രാജരാജ ചോഴൻ, ഞാൻ വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നത് വരാഹി ദേവിയാണ്, അതുകൊണ്ട് എൻ്റെ രാജ്യത്തേക്ക് ആരും വരില്ല എന്ന് പറഞ്ഞാലോ? അഹോം ട്രൈബ്സിൻ്റെ കാര്യം പറയും. അവർ പണ്ട് മുതലേ പൂർവികരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, പക്ഷെ അവർ യുദ്ധം ചെയ്തു, അതിനോടൊപ്പം ആരാധിച്ചു, അതുകൊണ്ട് അവർ വിജയിച്ചു. അതായത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഒരു ഭഗവാനും അല്ലെങ്കിൽ ഒരു ദേവനും നിങ്ങളും പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം ഉദ്ധരിപ്പിക്കുക. അതായത് ആത്മീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുള്ളപ്പോൾ, ആത്മീയമായി അങ്ങോട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് ആ ഭഗവാൻ നമ്മൾക്ക് ഐശ്വര്യം തരും. അതേപോലെ മുന്നോട്ട് പോകണം. നമ്മളുടെ കർമ്മമാണ്. നമ്മൾ പൂജ, വഴിപാട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ ഭക്തി രീതിയിലോ ഉപാസനാ രീതിയിലോ ഒക്കെ ചെയ്യുന്നെങ്കിൽ അതിന് ഫലമുണ്ട്, 100% ഫലമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നല്ലതിനെയും മോശത്തെയും തിരിച്ചറിയാനുള്ളൊരു വിവേചന ബുദ്ധി കിട്ടും. ഈ പ്രവൃത്തി ഞാൻ ചെയ്താൽ ഫലം ലഭിക്കുമെങ്കിൽ അങ്ങോട്ട് നമ്മളെ ദൈവം എത്തിക്കും. അതാണ് ദൈവം. അല്ലാതെ പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ 24 മണിക്കൂറും ആരാധിച്ചിട്ട് ഭഗവാൻ എനിക്ക് വീട്ടിൽ കൊണ്ട പണം നൽകുമെന്ന് വിചാരിച്ചാൽ അത് മൂഢത്തരമാണ്. അതാണ് പറയുന്നത്, ഈ രാജാക്കന്മാരെല്ലാം ഈ ദേവതമാരെ ആരാധിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് വിജയം ലഭിച്ചത്. ആ പ്രവൃത്തിയിലാണ് അവരുടെ ദൈവം വന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മളുടെ പ്രവൃത്തിയിൽ ദൈവം വരാൻ പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രവൃത്തിയിൽ ദൈവം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് സംഭവിക്കും. മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ടൊരു ദൈവവിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും എടുത്തു നോക്കിയുള്ളൂ. ഞാനിപ്പോൾ ജോൺ ഡേ റോക്കഫെല്ലറിൻ്റെ കഥ പറഞ്ഞു, അങ്ങനെ ഏതൊരു വ്യക്തിയും എടുത്തു നോക്കിയുള്ളൂ. ഇനി ആപ്പിളിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സ്റ്റീവ് ജോബ്സിനെ എടുത്തു നോക്കിയുള്ളൂ. അദ്ദേഹം നീം കരോളി ബാബയുടെ ഒരു ഭക്തനായിരുന്നു, അവിടെ വന്ന് ധ്യാനിച്ചിരുന്നു. അങ്ങനെയാണ് ആപ്പിൾ പോലൊരു കമ്പനി ഫൈൻഡ് ചെയ്യാൻ അദ്ദേഹത്തിനൊരു അതുപോലൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിനൊരു താല്പര്യം തോന്നിയത്. നീം കരോളി ബാബ എങ്ങനെയാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്? അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ളൊരു ബുദ്ധി കൊടുത്തു. അതുപോലെ തന്നെ മാർക്ക് സുക്കർബർഗ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വളരെ ഡൗൺ ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത്, ഞാൻ ജീവിതത്തിൽ വളരെയധികം തളർന്നിരുന്നപ്പോൾ നീം കരോളി ബാബ എന്ന ആ രാമഭക്തൻ
ആ ഹനുമാൻ ഭക്തൻ ആ നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ വന്ന് കൈച്ചി ഡാമിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും പ്രവർത്തിക്കാനും എൻ്റെ കമ്പനി മുന്നോട്ട് പോയത്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിനോടൊപ്പം ആത്മീയ ആ കൈകളും പ്രവർത്തിച്ചു. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ പ്രവർത്തിക്കുക, ഭഗവാനും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പോൾ പൂർണ്ണ വിജയം കണ്ടെത്തും. ഭഗവാനെ മാത്രം വിളിച്ചതുകൊണ്ടോ പ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ടോ കാര്യമില്ല, രണ്ടും കൊണ്ടുപോകണം. അതാണ് പണ്ട് മുതലേ പറയുന്നത്. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അതിലെല്ലാം ഉണ്ട്. താൻ പാതി ദൈവം പാതി. അതിൽ ഉറച്ചു വിശ്വസിക്കൂ, ജീവിതത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അഹോബിലം അഹോബിലം.